ഫെബ്രുവരി 14 ദി ഡേ ഓഫ് കോൺട്രാഡിക്റ്ററി. പരസ്പരം വൈരുദ്ധ്യമായി കിടക്കുന്ന രണ്ട് ഫങ്ഷൻസുകൾ സെയിം ഡേ ഒരുമിച്ച് വന്നാൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഒരു വശത്ത് തൻ്റെ സ്നേഹവും തൻ്റെ ഹൃദയവും ഒരു സ്പെഷ്യൽ ഡേ സ്പെഷ്യലായി തന്നെ കാമുകന്മാർ ഷെയർ ചെയ്യുന്ന ദി ഡേ ഓഫ് വാലന്റൈൻസ് ഡേ. മറുവശത്ത് നിൻ്റെ എല്ലാവിധ പാപങ്ങളും ഞാൻ പുറത്തു തന്ന് നിനക്ക് ആവശ്യപ്പെട്ടത് ചോദിക്കുന്നത് മുഴുവൻ ഞാൻ തരുമെന്ന് നിൻ്റെ നാഥൻ നിനക്ക് ഓഫർ ചെയ്യുന്ന യൗമുൽ ബറാഅ, ദി ഡേ ഓഫ് ഫോർഗീവ്നെസ്. വാലന്റൈൻസ് ഡേ നമ്മുടെ സ്നേഹവും ലവും ഇഷ്കും ഹൃദയവും കൽബും എല്ലാം ഒരു ദിവസം നാം ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടി ആചരിക്കപ്പെടുന്ന ഫെബ്രുവരി 14. ഇന്ന് നാം എടുക്കുന്ന പല തീരുമാനങ്ങളുമുണ്ട്. എടി അല്ലെങ്കിൽ എടാ, നമുക്ക് ഇത്ര വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിക്കണം, നമുക്ക് യോജിക്കണം, ഒന്നിക്കണം. ആ ഒരു വ്യക്തിയിൽ നിന്ന് നാം കൊടുത്ത ആ വാല്യൂ അല്ലെങ്കിൽ നാം എടുത്ത അഗ്രിമെൻറ്റ്, നാം എടുത്ത പ്രൊപ്പോസൽ, ഇതെല്ലാം ഒന്നിക്കാതെ സാധിക്കാതെ പോകുന്ന ആ ഒരു നിമിഷത്തിൽ നമുക്കുണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ട്. അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല, അൺസഹിക്കബിളാണ്. ഒന്നിക്കണമെന്ന് വിചാരിച്ചവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും മറ്റൊരാളുടെ കൂടെ പോകുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ട്, അത് അൺസഹിക്കബിൾ തന്നെയാണ്. അന്ന് നീ ചിന്തിക്കും, സെയിം ഡേ അതേ ദിവസം തന്നെ എൻ്റെ ശ്വാസത്തിൻ്റെ പോലും ഓണറായ എൻ്റെ നാഥൻ എനിക്കൊരു ദിവസം തന്നിരുന്നില്ലേ, യൗമുൽ ബറാഅ, ദി ഡേ ഓഫ് ഫോർഗീവ്നെസ് ആൻഡ് വാട്ട് യു വാണ്ട്. നിൻ്റെ പാപങ്ങളെല്ലാം പുറത്തു തന്ന് നീ ചോദിക്കുന്നത് മുഴുവൻ ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്ത ആ ദിവസം. ഫൈനലി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എത്ര വലിയ സ്വപ്നങ്ങൾ കണ്ടാലും, ചെറുതാവട്ടെ വലുതാവട്ടെ, നീ നിൻ്റെ ഹൃദയത്തിൽ പണിതുയർത്ത എത്ര വലിയ സ്വപ്നത്തിൻ്റെ മാളികകളാണെങ്കിലും മുകളിലുള്ള ആൾ യെസ് പറയാതെ അത് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദാറ്റ്സ് റിയാലിറ്റി. അതാണ് ശരിക്കും വാസ്തവം. ഇന്ന് നിങ്ങളുടെ പ്രാണന് മുമ്പിൽ നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളുടെയും ഓരോ അഗ്രിമെൻറ്റിൻ്റെയും ഓരോ പ്രപ്പോസലുകളുടെയും കാലാവധി, ഡ്യൂറേഷൻ ഏതുവരെ എത്തും, അതല്ലെങ്കിൽ എന്ന് ഇത് യോജിക്കും? എനി ഐഡിയ യു അബൌട്ട് ഇറ്റ്? നോ. ബിക്കോസ് നാഥൻ്റെ യെസ് ആണ് നിങ്ങളുടെ യെസ്. നിൻ്റെയും നിൻ്റെ പെണ്ണിൻ്റെയും എവറി സെക്കൻഡ്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തിനധികം നിങ്ങൾ ചെയ്യുന്ന പ്രപ്പോസലുകളുടെയും അഗ്രിമെൻറ്റിൻ്റെയും യെസ് വരെ നാഥൻ്റെ കയ്യിലാണെങ്കിൽ ആ നാഥൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനമല്ലേ ഏറ്റവും ഉചിതം. അതേ ദിവസം സെയിം ഡേ യൗമുൽ ബറാഅ ആ പൂക്കളൊന്ന് മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഡയറി മിൽക്കോ നിങ്ങൾ കൊടുക്കുന്ന മധുര പലഹാരങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് ചോദിക്കും, മാവത്തഴക്ക് റബ്ബുക വമാ കല. ആര് നിന്നെ കൈവടിഞ്ഞാലും ഞാൻ നിന്നെ കൈവടില്ലെന്ന് പരസ്യ പ്രഖ്യാപനം ഖുർആനിലൂടെ നമുക്ക് നമ്മുടെ നാഥൻ തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ചോദിക്കും, എൻ്റെ യെസ്സിൻ്റെ ഓണറായ എൻ്റെ നാഥ, എനിക്ക് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടവൾ അവളാണെങ്കിൽ, അതല്ലെങ്കിൽ എനിക്ക് ഏറ്റവും യോഗ്യനായവൻ അവനാണെങ്കിൽ ഞങ്ങളെ നീ കൈവിടാതെ ഒരുമിപ്പിക്കണമെന്ന്. ഇറ്റ്സ് വിൽ ബി യുവർ മോസ്റ്റ് ഫേവറബിൾ വാലന്റൈൻസ് ഡേ.